അവരൊരു ഡിസിഷൻ എടുക്കട്ടെ. നമുക്ക് ഇങ്ങനെ പറയാം അണ്ടർസ്കോർ അപ്പനാ അപ്പൻ. അഞ്ച് ക്ലച്ച് ചെയ്തു. അത് റെയിൻ ആയതുകൊണ്ട് പോസിബിളാ. എപ്പോ വേണേലും ഹീൽ എടുക്കാം. അവൻ അതും എംബ്രസ് വെച്ചിട്ട് കളഞ്ഞ്. അതാണ് ഞാൻ കാണുന്നത്. ഇത് കണ്ട് നമ്മളിത് കണ്ട് സബ്സ്ക്രൈബർ ബൈ ഷിബിൻ ഷാൻ ഗെയിമിംഗ്. 260 മന്ത്ലി. ഹലോ ഹലോ എന്താടാ സ്ക്രീൻഷോട്ട് നോക്കിയാ നീ നോക്കിയാ സ്ക്രീൻ ഷെയർ നോക്ക്. സംഭവം എന്താ? സംഭവം നിന്റെ കടിയൊക്കെ പൊക്കി. കൊണ്ട് ഹാക്ക് ചെയ്താണ്. ഇത് വലുതൊന്നും ഇല്ല. വലിയ പ്രതീക്ഷകളെ കൊണ്ട് 260 രൂപ കളഞ്ഞാണ്. അത് കിട്ടിയില്ല. ഇല്ല 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 ഇട്ടിട്ടില്ല ഇട്ടിട്ടില്ല. ഇടുമ്പോ പറഞ്ഞാൽ മതി. 20 രൂപ ചേട്ടാ. ഹലോ 20 രൂപ. എന്താ 20 രൂപ? 20 രൂപ. അയ്യോ ഡിസ്കോഡ് ഫോൺ. അയ്യോ എടാ നീ സ്ക്രീൻഷോട്ട് ഇവിടെ പറയണ്ട. സ്ക്രീൻഷോട്ട് ഇട്ടാ മതി. നീ ഇവിടെ പറയണ്ട എത്ര ആവുന്നെന്ന്. നീ സ്ക്രീൻഷോട്ട് ഇട്ടാ മതി. അങ്ങനെ കാണിച്ചാ മതി. അത് അങ്ങനെ ബുദ്ധി ഇല്ലാത്തൊരുത്തൻ. കൊണ്ടുപോയി. അടുത്ത റൗണ്ട് സ്ക്രീൻഷോട്ട് ഇടാൻ കാണൂലെന്ന് തോന്നുന്നു. ഏതാണ് അത്ര ഉള്ളു? 2 മണിക്കൂർ 10 മിനിറ്റിൽ 6 ലക്ഷം രൂപ നമ്മള് സബ്സ്ക്രൈബേഴ്സ്. 600K അണ്ണാ. അത് 2 മണിക്കൂർ 10 മിനിറ്റ് ലൈവ്. 2 മണിക്കൂർ 10 മിനിറ്റിൽ 6 ലക്ഷത്തി. എന്റെ ഫോൺ കത്തിയതാ ഞാൻ പറഞ്ഞത്. അയ്യോ 30,000 ഇപ്പോൾ 6 ലക്ഷം വന്നപ്പോ കത്തിപ്പോയിന്ന്. 30,000 നിങ്ങളെ കൊണ്ടാവുന്ന ഇതെല്ലാം ഇതിനകത്തോട്ട് മാക്സിമം അയക്കുക ഗൈസ്. മാക്സിമം നിങ്ങളെ കൊണ്ട് പറ്റുന്നതെല്ലാം ഒന്ന് അയച്ച് സപ്പോർട്ട് ചെയ്യണം പ്ലീസ്. സോംബി സുയിരേ. 6 ലക്ഷം. ക്യാൻസൽ ചെയ്തിട്ടാ 250 വരെ നീ അയക്കണം. ഇത് വിഷയമാണ്. ഇത് കണ്ടോ? സിങ്ക് വെക്കണം. Me old songs. എന്റെ മോനെ അതൊക്കെയാണ് പാട്ട്. അതൊക്കെ പപ്പടത്തിന്റെ പുസി പുസി പുസി. അവന്റെ കൊറേ ഒക്കെ ക്യാഷ് ഇടുന്നുണ്ട് ലൈവിൽ ഇരുന്നിട്ട് ഇതിലോട്ടന്ന്. എടാ താങ്ക്സ് എല്ലാവർക്കും അങ്ങനെ ചെയ്തിട്ടുണ്ടായി. SRR ഒക്കെ ക്യാഷ് ഇടുന്നുണ്ട് ലൈവിൽ ഇരുന്ന്. ബിഗ് റെസ്പെക്ട് ഫോർ SRR. Thank you so much. Means a lot. SRR big shout out. Thank you bro. Thank you. Means a lot. എല്ലാരും അത്ര ഉള്ളടാ. ഇങ്ങനത്തെ കാര്യം വരുമ്പോ എത്ര മതി. അതൊക്കെ അത്ര ഉള്ളു. അത് തന്നെ വലിയ കാര്യം.
ജസ്റ്റ് ട്രൈ എണ്ണ എങ്ങനെയുണ്ട്? നീ കണ്ടിട്ടും കാണാതെ നടിക്കും എന്റെ പാട്ട് കേട്ടിട്ടും കേൾക്കാതെ ഭവിക്കും എത്ര കാലം കണ്ണും കാതും നൈസായിട്ട് കൊടുന്നല്ലേ ഒരു കരികളിട്ട് പരിക്കും ഞാൻ കടോൾ കട്ടത്തിന്റെ കുട്ടുള്ളവൻ പക്ഷേ എന്റെ ഇടോ വലവും എന്നെ കുത്തി പറിക്കുന്ന കൂട്ടം പടവും എന്ന് പറഞ്ഞ് പതച്ചോനെ എങ്ങനെയൊക്കെ നടും തല്ലി പിന്നാലും നിലക്കില്ലിയോട്ടം കാര്യം കണ്ടു കൈ തഴുകുന്നോര കാര്യം തൊടടുക്കുമ്പോ മേത്തൊഴുകുന്നോര നടുമുറിയിലെ കൊണ്ട് തൈത്തടുന്നവര മര്യാദകളമായി മൈഡിയറമ്മനെ കിട്ടാ കരുണ കിട്ടാ മുടിയില്ലടാ മരണം കിട്ടാ പഴുകില്ലടാ തിളക്കം വന്നുവ തോന്നെ നേരം പിടിക്കില്ലടാ തിരക്ക് കൊണ്ടാ അല്ലെങ്കിൽ ഇപ്പൊ തീർത്തേനടാ. വിഷയോടാ കൊള്ളാടാ കിടിലം വിഷയം സാധനം. ഇപ്പൊ സമാസമം യൂട്യൂബ് നോക്കിയൊരു ബുൾസൈ അടിച്ചതാ. അപ്പോൾ അത് പണിഞ്ഞു മുട്ട പുറിജിയായി. ഒരുപാട് ആശിച്ച ഒരു ബുൾസൈ ചെയ്യുന്നത്. എന്താ വിഷമമായോ? ഇതുപോലെ ആ മോനെ ഞങ്ങൾ വളർത്തി വലിയൊരു ബുൾസൈ ആകുമെന്ന് വിചാരിച്ചു. പിന്നെ വളർന്നപ്പോഴാണ് ടീമൊട്ടയാണ്. പിന്നെ എന്തോ വിചാരിച്ച് മത്തം കുത്തി കഴിഞ്ഞാൽ അതിനകത്തൊന്ന് അവക്കാടോ വരുമെന്ന് വിചാരിച്ചു. ഇപ്പൊ വിഷമമായില്ല. ഇപ്പൊ സന്തോഷം. ഞങ്ങൾ വളർത്തി വലിയൊരു ബുൾസൈ ആകുമെന്ന് വിചാരിച്ചു. പിന്നെ വളർന്നപ്പോഴാണ് ടീമൊട്ടയാണ്. പിന്നെ എന്തോ വിചാരിച്ച് മത്തം കുത്തി കഴിഞ്ഞാൽ അതിനകത്തൊന്ന് അവക്കാടോ വരുമെന്ന് വിചാരിച്ചു. ഇപ്പൊ വിഷമമായില്ലേ? ഇപ്പൊ സന്തോഷം. ഇപ്പൊ വിഷമായില്ലേ? അന്നേരം തലയാട്ടി കണ്ടോ? ഇവര് കീട് കാണണ്ട, ഇവര് കീട് വിഷയാണ് ഇവരുടെ എല്ലാ വീഡിയോ. നമ്മുടെ റിസപ്ഷൻ വന്നായിരുന്നു, കണ്ടില്ലായിരുന്നോ നീ? ഞാൻ കണ്ടായിരുന്നു. അമ്മ വന്ന് പുള്ളി ഞങ്ങൾക്ക് പേഴ്സണൽ കോണ്ടാക്ട് ഒന്നും ഇല്ലായിരുന്നു ബ്രോ. എനിക്ക് ഭയങ്കര പുള്ളിയെ നമ്മുടെ റീൽസിൽ ഇങ്ങനെ വീഡിയോ കൊണ്ടിട്ടിട്ട് ഞാനും പുള്ളി അത് മാത്രമേ സംസാരിച്ചിട്ടുള്ളൂ. ഞാൻ പറഞ്ഞു ബ്രോ റിസപ്ഷൻ ആണ് വരണം, വേറെ ഒരു കോണ്ടാക്ട് ഇല്ല ഞങ്ങൾ തമ്മിൽ ഇതുവരെ. ഞാൻ പുള്ളിക്ക് ജസ്റ്റ് അങ്ങനെ മാത്രമേ മെസ്സേജ് അയച്ചുള്ളൂ. ഇത് കണ്ടിട്ട് ഞാൻ റിസപ്ഷന് ഞാൻ ഇൻവൈറ്റ് ചെയ്തു. ആ കറക്റ്റ് സ്ഥലം എനിക്ക് അറിഞ്ഞൂടാ എവിടെയാന്ന്. അന്ന് മെസ്സേജ് മാവേലിക്കര എന്റെ മഴ ഐറ്റം ഓർമ്മയില്ലേ? മരുന്ന് വാസു ലവ് ഫ്രം TV ബോയിങ് 777 ഏതാ നമ്മുടെ അങ്ങോട്ടടിച്ചു നോക്കണം. എനിക്ക് ഭയങ്കര ആങ്സൈറ്റി ആയിരുന്നു. സൗണ്ട് കുറച്ചാട്ടോ. അങ്ങോട്ടടിച്ചു നോക്കണം. എന്തൊക്കെ ഐറ്റമാണല്ലേ അണ്ണാ. ഇതെങ്ങനെയുണ്ട്? ഇത് നമ്മള് കണ്ടല്ലേ ഈ വാൾപേപ്പർ. ഞങ്ങൾക്ക് തുല്യത വേണം, ആണുങ്ങൾക്ക് പറ്റുന്നത് എന്തും ഞങ്ങൾക്കും പറ്റും. ഈ പ്രളയ സമയത്ത് നിങ്ങൾ അങ്ങനെ ഒരു കാര്യമില്ലടാ. ഇപ്പം എന്ന് വെച്ചാ ഓരോരുത്തർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യുന്നില്ലേ അവര്? അതായത് ഇന്നിപ്പോ ഈ പൈസ അയച്ചു കൊടുത്തിൽ എത്ര പെമ്പിള്ളേരുണ്ടാവും? ഇതിനോട് എനിക്ക് അഭിപ്രായമില്ല. നമ്മുടെ ഇങ്ങനത്തെ ഒരു ഡിസാസ്റ്റർ വരുമ്പോ ഈ സിറ്റുവേഷനിൽ പറയാൻ പറ്റിയൊരു കാര്യമല്ല ഇത്. ഈ സിറ്റുവേഷനിൽ പറയാൻ പറ്റിയൊരു കാര്യമല്ല. അതെനിക്ക് തോന്നിയതാണ്. ഈ സിറ്റുവേഷനിൽ പറയാൻ പറ്റിയ കാര്യമല്ല. വേറെ കാര്യങ്ങളൊക്കെ മറ്റേ പ്രോപ്പർ ഫെമിനിസം ഒക്കെ പറയുന്ന സമയത്ത് പറയാം, ശരിയാണ്. പക്ഷെ ഇപ്പം ഇരുമ്പ് കൊട്ട എന്തോ അതിന് ഗുണാക്കേവ് തോറിന്റെ കൊട്ടയൊക്കെ വെച്ച് കിടക്കുന്നുള്ളേ. പുരുഷന്മാരെ ആശ്രയിച്ചൊന്നും നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഏത് പണിയാണ് ഇന്ന് ഒരു സ്ത്രീക്ക് ചെയ്യാൻ പറ്റാത്തത്? അധ്യാപികയാകുന്നതിന് ബലം വേണം, ഡോക്ടറാകുന്നതിന് ബലം വേണം. പാരം പോക്കുന്നിടത്ത് മുഴുവൻ JCB കടന്ന് പണിയെടുത്തോളും. അതിനൊന്നും ഈ കോന്തന്മാരെ ഒന്നും ആവശ്യമില്ല. ഇതെന്താ ഇങ്ങനത്തെ വീഡിയോ വരുന്നു ഇവിടെ? ഞങ്ങള്
റിയാലിറ്റി റിയാലിറ്റി രണ്ടുപേർ, അതായത് നിങ്ങൾ മെച്യൂർ ആയിട്ട് ചിന്തിച്ചാൽ രണ്ടുപേർക്കും ഒരേ റോൾ ഉണ്ടെന്ന് മനസ്സിലാക്കും. ഓക്കെ, ഞാൻ എക്സാമ്പിൾ പറയാം. വെള്ളത്തിൽ ഇറങ്ങി രക്ഷിച്ച ആൺ നേരെ കൊണ്ട് അഡ്മിറ്റ് ചെയ്യുന്നത് ഒരു ഹോസ്പിറ്റലിൽ. അവിടെ ട്രീറ്റ് ചെയ്യുന്ന ഡോക്ടർ ഒരു പെൺകുട്ടിയാവാം, ട്രീറ്റ് ചെയ്യുന്ന ഒരു നേഴ്സ് ഒരു പെൺകുട്ടിയാവാം. രണ്ടുപേർക്കും ഓരോ റോൾ ഉണ്ട് ബ്രോ. രണ്ടുപേരും ഡിഫറൻഷിയേറ്റ് ചെയ്ത് പറയാൻ പറ്റത്തില്ല ഒരിക്കലും. വയനാട് പാലം കിട്ടിയത് എന്തോ എഞ്ചിനീയർ പെണ്ണാണ്, താൽക്കാലിക പാലം കിട്ടിയത് എന്തോ. എല്ലാത്തിലും ഉണ്ട്. ഇങ്ങനത്തെ എനിക്ക് ഞാൻ എന്റെ പേഴ്സണൽ ഒപ്പീനിയൻ മാത്രമാണ് എന്റെ ലൈവിൽ പറയുന്നത്. നിങ്ങൾക്ക് വേറെ ഡിഫറെന്റ് ഒപ്പീനിയൻസ് ഉണ്ടാവുന്നുണ്ടാവും. പക്ഷെ ഈ കാര്യത്തിൽ എനിക്ക് പറയാൻ പറ്റില്ല. രണ്ടുപേർക്കും ഒരേ റോൾ ഉണ്ട്. മെച്യൂരിറ്റി കുറച്ച് മെച്യൂർ ആയിട്ട് ചിന്തിച്ചാൽ മനസ്സിലാവും. നമ്മൾ ഓൾറെഡി താഴെ കണ്ടതല്ലേ. Eagle bro, rate this clutch. എങ്ങനെ കളിക്കുന്നു എനിക്ക് പറ്റത്തില്ല. ഈ പിഴച്ച കാരണക്കാരോട് ഈ കളിക്കാൻ തോന്നാത്തത്. കഷ്ടപ്പെട്ട് രണ്ടുപേരെ നോക്കട്ടെ. ഓ കൊള്ളാം, അത് കൊള്ളാം കേട്ടോ. ആദ്യത്തെ നാരങ്ങ നല്ല ഒറിജിനാലിറ്റി ഉണ്ട്. കൊള്ളാം, നല്ലടാ. അച്ചു 4754. നൈസ്. കൊള്ളാം. എല്ലാം നല്ല. ഒരു ചാറ്റ് സ്ട്രീം ഇട്ടാലോ? ചാറ്റ് സ്ട്രീം നമ്മൾ ഓൾറെഡി കണ്ടത്. ഞാൻ കാണുന്നുണ്ട്. എന്താ പൊന്നെ, ചിലപ്പോ പറയുമ്പോ ചില ആൾക്കാർക്ക് തമാശയായിട്ട് തോന്നുമായിരിക്കും. പക്ഷെ അവർ ആ സിറ്റുവേഷനിൽ അനുഭവിച്ചത് എന്തൊക്കെയായിരിക്കും എന്ന് അവർക്ക് മാത്രമേ മനസ്സിലാവത്തുള്ളൂ അല്ലേ. ചിലപ്പോ അങ്ങനെയൊക്കെ പറയുമ്പോ ഫാന്റസി ആയിട്ട് തോന്നുമായിരിക്കും. ഒരു ആനയൊക്കെ അങ്ങനെ ഇത് ചെയ്യുവാന്ന് പറയുമ്പോ ചിലപ്പോ ഫാന്റസി ആയിട്ട് തോന്നുമായിരിക്കാം. മേ ബി സംഭവിച്ചതായിരിക്കാം. ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ ഇത്രയും വയസ്സായ ഒരു സ്ത്രീ ഒരിക്കലും എക്സ്പോഷറിന് വേണ്ടി ഇങ്ങനെ പറയാൻ തോന്നുന്നുണ്ടോ? ഫണ്ട് അപ്ഡേറ്റ്. എടാ ഒന്ന് അപ്ഡേറ്റ്, ഒന്ന് സ്ക്രീൻഷോട്ട് ഇടുവോ? അണ്ണാ ഒന്ന് സപ്പോർട്ട് ചെയ്യോ? നൈസ്, ഒന്ന് സപ്പോർട്ട് ചെയ്യുവോ? എടാ നിന്റെ ഒരു പേരോ ഐഡന്റിറ്റിയോ ഒന്നുമില്ല. ഗെയിമിംഗ് അനന്തു ഇതാണോ നിന്റെ പേര്? ഗെയിമിംഗ്_ അനന്തു. ഗൈസ് ഡു ചെക്ക് ഇറ്റ് ഔട്ട്. ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ കാണുന്നത്. ജസ്റ്റിസ് ഫോർ പൂച്ചക്കുട്ടി ഫോണെന്നോ നോക്കട്ടെ. ഗൈസ് 6,10,15 ഇപ്പൊ കറന്റ് നമുക്ക് കിട്ടുന്നത്. ആർക്കെങ്കിലും ഫണ്ട് അയക്കാൻ പറ്റുമെങ്കിൽ താല്പര്യം ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് അയക്കുക ഗൈസ്. വയനാട്ടിൽ നിന്ന് വന്ന ആംബുലൻസ് വെള്ളത്തിൽ കുടുങ്ങുമെന്ന് പറയുന്ന ആംബുലൻസ് പിന്നെ ഈ സീൻ കണ്ടപ്പോ എനിക്ക് സത്യം പറഞ്ഞാൽ ഇതിന്റെ വീഡിയോ കൊണ്ടുവരണം. വണ്ടി വരുന്നത് എനിക്ക് രോമാഞ്ചമൊക്കെ വന്നു കേട്ടോ. സത്യം പറയാലോ. അതായത് ഓൾറെഡി കണ്ടതാ. എങ്ങനെയാണ് ഒരുപാട് സ്വന്തക്കാരൊന്നും അവന് പിങ്ങായിരുന്നു കേസ്. ആ വാറിൽ അവൻ ഭയങ്കര പിങ്. ഒട്ടും കളിക്കാൻ പറ്റും. ഇത് ഈ ലാമ്പ് എനിക്കടാ, ഈ ലാമ്പ് നോക്കണോടാ, ഈ ലാമ്പ് നോക്കണോ. ഇന്ന് നോക്ക്, ഇത് മീഷോയിലെ കിട്ടും സാധനം ഉണ്ടല്ലേ? ഈഗിൾ ലാമ്പ് അടിച്ചാൽ മതി. എനിക്കൊരെണ്ണം മേടിക്കണം. ഇത് നോക്ക്, ഇത് കണ്ടോ?
എടാ, അങ്ങനല്ല. ഗോഡലിന്റെ എഗ്രിമെന്റില് ഫണ്ട് കളക്ഷൻ പ്രോഗ്രാമുകൾ ചെയ്യുന്നതിന് മുമ്പ് പെർമിഷൻ എടുക്കണം എന്നുള്ള ഒരു ഇതുണ്ട്. അത് സായിപ്പ് ലൈവ് ഇടുന്നതിന് മുമ്പേ ഞാൻ ഇതാവൻ പറയുന്ന സമയത്ത് ഞാൻ ലൈവിലുണ്ടായിരുന്നു. ഞാൻ ഓൾറെഡി വിളിച്ച് പെർമിഷൻ ഒക്കെ എടുത്തതാണ്. അതായത് എന്താ ഫണ്ട് കളക്ഷൻ അങ്ങനത്തെ ഇത് അത് ഒരു കാരണമുണ്ട് കേസ്. അങ്ങനെ വരാനുള്ള ഒരു കാരണം എന്താന്ന് പറയട്ടെ, നമ്മുടെ നാട്ടിലെ ആൾക്കാർ തന്നെയാണ്. അതായത് കളക്ട് ചെയ്യുന്ന ഫണ്ട് എടുത്ത് പേഴ്സണൽ യൂസിന് ഊമ്പിക്കുമെന്ന് ഒരു കഴിവില്ലാതെ വീട്ടിലിരിക്കുന്നവന്മാരിരുന്ന് അതിന്റെ അടിയിൽ എഴുതിയിടും. മനസ്സിലായ? എവിടെയെങ്കിലും ഇരുന്ന് ഒന്നും ചെയ്യാത്ത 10 രൂപ പോയിട്ട് 50 പൈസ പോലും അയക്കാത്ത പുണ്ടച്ചികൾ ചാറ്റിലിരുന്ന് എഴുതിയിടും, ഇവനൊക്കെ ഊമ്പിച്ചു എന്ന് പറഞ്ഞ് എഴുതിയിടും. അപ്പം ഇത് എഫേർട്ട് എടുത്ത് ചെയ്യുന്നവർക്ക് ആ ഒരു വിഷമം വരും എന്തായാലും. ഒബ്വിയസ്ലി അത് കാണാൻ പറ്റാത്തതുകൊണ്ടാണ് അവർ അങ്ങനെ ഒരു ക്ലോസ് ഇതൊക്കെ വെച്ചിരിക്കുന്നത്. വിഷയതാണ് കേട്ടാ. ഇന്ന് വയനാട്ടിലെ കുറെ മരിച്ചവരുടെ ഫോട്ടോ കണ്ട് കാലും കൈയും ഒന്നും ഇല്ല അണ്ണാ. കണ്ടിട്ട് എന്തോ പോലെ തോന്നിയ. ഇവിടെ ഗ്രൂപ്പിൽ ഒരു ഫോട്ടോ ഇട്ട അതുപോലത്തെ ഞാൻ അപ്പൊ തന്നെ ഡിലീറ്റ് ആയി കളഞ്ഞു. പിന്നെ എനിക്ക് ഒന്നും കാണാൻ പറ്റുന്നില്ല. എന്തൊരു അവസ്ഥ അല്ലെങ്കിൽ ആലോചിക്കേ. നമ്മുടെ ഇങ്ങനെ പോകുന്ന ആലോചിക്കേ. സത്യം പറയല്ലോ, വരാൻ പോണതേ ഉള്ളൂ. സീരിയസ്ലി പറയല്ലോ, നമ്മളൊക്കെ എനിക്ക് വേണ്ട, അത് ഞാൻ പ്ലേ ചെയ്യുന്നില്ല. ഈ ദൃശ്യം ഒന്നുകൂടി കാണുക. ഈ നായയുടെ ദൃശ്യം തീർച്ചയായിട്ടും കണ്ണ് നിറഞ്ഞു പോകുന്നൊരു കാഴ്ച. നമ്മൾ ഉറക്കം വന്ന് ഒരുപാട് ഉറക്കം മുളച്ച് നമ്മൾ നിൽക്കുമ്പോൾ നമ്മുടെ തന്നെ ശരീരത്തിന്റെ ബാലൻസ് തെറ്റി നമ്മൾ മറിഞ്ഞു പോകാറുണ്ട് പലപ്പോഴും. നമുക്ക് അത്രത്തോളം ഉറക്കം നമ്മുടെ കണ്ണുകളെ ബാധിച്ച് നമുക്ക് ബാലൻസ് ഇല്ല. അതിന് ഉറക്കക്ഷീണമുണ്ട്. സ്വാഭാവികമായും അർജുൻ കൊടുത്ത ബിസ്ക്കറ്റ് പോലും അത് കഴിച്ചില്ല എന്ന് പറയുമ്പോൾ അത് വിശപ്പിനപ്പുറത്തേക്ക് അത് തേടുന്നത്, അത് ആവശ്യപ്പെടുന്നത് അതിന്റെ ഉറ്റവരെയാണ്, അതിന്റെ ഉടമസ്ഥരെയാണ്, അതിന്റെ വളർത്തിയ, അതിനെ ഇതുവരെ പോറ്റി വളർത്തിയ, അത് ഇതുവരെയും വാലാട്ടിക്കൊണ്ട് ആരുടെ പിന്നാലെയാണോ പോയിക്കൊണ്ടിരുന്ന അവരുടെ അസാന്നിധ്യം. അതും ഈ രാത്രി പുലരാൻ പോകുമ്പോൾ പോലും ഈ നായകൾ അതുപോലെ അവരുടെ ഉടമകളെ തേടിക്കൊണ്ടിരിക്കുകയാണ്, യജമാനെ തേടിക്കൊണ്ടിരിക്കുകയാണ്. അതും ആ പുഴയുടെ ആ ഭാഗത്തേക്ക് നോക്കിക്കൊണ്ട് ഈ ഒരുപോലെ പ്രതീക്ഷയോടുകൂടി ആരെയോ കാത്തിരിക്കുന്നത് കാണാം. അവർക്ക് ഭക്ഷണം വേണ്ട, മറ്റൊന്നും തന്നെ വേണ്ട, അവർക്ക് ആഗ്രഹിക്കുന്നില്ല, അതൊന്നും ആവശ്യപ്പെടുന്നില്ല. പകരം ഈ ഉടമകളെ കണ്ടെത്തുക അല്ലെങ്കിൽ അവരുടെ യജമാനെ കണ്ടെത്തുക എന്നത് മാത്രമാണ് അവരുടെ ലക്ഷ്യമെന്ന് തോന്നുന്നു. അത്തരത്തിലാണ് ഈ പുഴയിലേക്ക് നോക്കി നിൽക്കുന്നത് കാണുമ്പോൾ നമുക്ക് തോന്നുന്നു അല്ലേ? എന്താ അവസ്ഥയല്ലേ. ഹായ്, അതാറിയ വയനാട്ടിലേക്കുള്ള അനാവശ്യ യാത്രക്കാരെ തടയും. അതെ, വയനാട്ടിൽ രക്ഷാപ്രവർത്തനം നടക്കുന്ന സാഹചര്യത്തിൽ താമരശ്ശേരി ചുരം വഴി വയനാട്ടിലേക്ക് അത്യാവശ്യമല്ലാത്ത ഒരു വാഹനങ്ങളും കടത്തിവിടത്തില്ല. ഈ ഒരു സമയത്ത് മാക്സിമം അങ്ങോട്ടും ഇങ്ങോട്ടും പോവാതിരിക്കുന്നതാണ് കേസ് നല്ലത്. അത് തന്നെയാണ് ഏറ്റവും നല്ലത്. സാധനം കൊള്ളാം. Bro, hi, I am from Karnataka. Karnataka, chute! Go! Maki chut from my life, Landu. You chickadu, duttadu, chickadu, holadu. Daude. നീ ഒരു വട്ടം മറ്റേ തമിഴ്നാട് വരെ പറഞ്ഞിട്ട് ഇവനെ പാട്ടിക്ക് കൊണ്ടുപോയില്ലെന്ന് പറഞ്ഞ അടിക്കാൻ കൊണ്ടുപോകണമെന്ന് പറഞ്ഞിരുന്ന ലൈവ് ഇട്ടവരാണ് അവൻ. ഇനി കർണാടക വള്ളിയും കൂടെ പിടിക്കുന്നീ. നീ എവിടൊക്കെ പോയി വള്ളി പിടിക്കണേ? എന്റെ പൊന്നതായപ്പോ ഗോഡലിലാണ് നീ. നാളെ ഇവന്റ്സിനൊക്കെ പലയിടത്തും പോകേണ്ടി വരും. മരണ പിടിച്ച് പണ്ണും നിന്നെ, ഉറപ്പാണ്. അപ്പഴേ കൊണ്ടു ഒരുത്തിനെ ഡ്രോപ്പ് എടുക്കാൻ വിട്ടാൽ ചങ്കുവാൻ. तुझे देखा तो ये जाना सनम ആസനമല്ല ഇന്ന് വെട്ടി പൊളിക്കും. Enemies ahead. Fall back to safe zone. സത്യല്ലേ, പോയി വിളിച്ചോണ്ട് വരുമല്ലേ. അയ്യോ, ബെസ്റ്റ് വേ ഓഫ് He's a loud seller, so he's got me in. Hello, assalamu alaikum. Okay. Oh, he's getting me. Sorry. He saved me. No le soma be. 150 में दो ले लो. 150 में दो ले लो. 150. बैक करो. 150. 150 में दो. 150 में दो. 150 में दो. പൊക്കി പിടിക്കാൻ അവരുടെ കൂട്ടത്തിലാക്കി ആളാക്കി കഴിഞ്ഞ്. മനസ്സിലായോ? എന്റെ പൊന്നെ, അതെ, നിങ്ങൾ പറഞ്ഞ പാർട്ടി എപ്പോഴാ വരിക? രാവിലെ വരുള്ളൂ.
ഒന്നുമില്ല, എനിക്ക് വണ്ടി ഒന്ന് വൃത്തിയാക്കി വെക്കാനാണേ. ശരി നിങ്ങൾ വിളിച്ചാൽ മതി വരുമ്പോ. ഓക്കെ. അപ്പൊ ഈ വണ്ടി വിൽക്കാൻ തന്നെ തീരുമാനിച്ചോ? കൊടുക്കാതെ പിന്നെ ഇത്രയും പൈസ പെട്ടെന്ന് ഇടുന്നുണ്ടാക്കുക? ഞാൻ ആലോചിച്ചിട്ട് വേറെ വഴിയൊന്നും കാണുന്നില്ല. അത് ശരിയാ, തൽക്കാലം കാര്യം നടക്കട്ടെ, വണ്ടിയൊക്കെ പിന്നെയും വാങ്ങാലോ. അതല്ല, 2 ദിവസമായിട്ട് ഞാൻ ചോദിക്കണം എന്ന് വിചാരിക്കുക, ഇതിന്റെ മുകളിലത് ഡോക്ടർ സ്റ്റിക്കർ. അത് ഞാൻ ഒട്ടിച്ചേന്. അതെന്തിനാ ഒട്ടിച്ചേ? അതെന്താ അറിയോ, ഈ ഡോക്ടർമാർ ഉപയോഗിച്ച വണ്ടിക്ക് റീസെയിൽ വാല്യൂ കൂടുതലാ. അതെന്താ അങ്ങനെ? അത് ഈ ഡോക്ടർമാർ വണ്ടി കുറച്ച് ഉപയോഗിച്ചിട്ടുണ്ടാവുള്ളൂ എന്നുള്ളൊരു ധാരണ ഉണ്ട് ആൾക്കാർക്ക്. പിന്നെ ഉപയോഗിച്ച് തന്നെ വളരെ ഡീസന്റ് ആയിട്ടായിരിക്കും എന്നുള്ളൊരു തെറ്റിദ്ധാരണയുണ്ട്. ഓ, അങ്ങനെയൊക്കെ ഉണ്ടല്ലേ. അങ്ങനെയാണ് ഇതിന്റെ ചെങ്ങായി ആ കുഞ്ഞുട്ടിനോട് പറഞ്ഞു കൊടുക്കണോ ഓനെ വണ്ടി വിൽക്കാൻ വെച്ചാ? ആ മിത്ത് ഇപ്പൊ ശരിക്കും പൊട്ടിച്ച് എല്ലാരും പറഞ്ഞറിഞ്ഞ് ഇപ്പൊ എല്ലാ അമ്മമാരുടെ വണ്ടിയിൽ ഇതാണെന്ന് ഇപ്പൊ എല്ലാവർക്കും അറിയാം. ഡോക്ടർ ഒട്ടിക്കാൻ പറയും. ഓന്റെ വണ്ടി ഏതാ? ഓന്റെ വണ്ടി JCB. എന്ത് ഡോക്ടർ പറമ്പിൽ ഉപയോഗിച്ച JCB പറഞ്ഞാ പോരെ? ഡോക്ടർ മാന്താൻ ഉപയോഗിച്ച വണ്ടിയാന്ന് പറഞ്ഞാൽ മതി. പിന്നെന്താ പ്രശ്നം? സ്ക്രീൻഷോട്ട് നോക്കണം. 6,20,753 ബ്രോ. 6,20,753. മെസ്സേജും കൂടി ഒന്ന് വായിക്കണേ. മെസ്സേജോ ഗൈസ്? അയക്കുന്നവർ ഫോൺ പേ വഴി അയക്കണേ ഗൈസ്. അയക്കുന്നവർ ഫോൺ പേ വഴി അയക്കണം പ്ലീസ്. ഓക്കെ, ഫോൺ പേ വഴി അയക്കണേ പ്ലീസ്. നമുക്ക് Is it the best sounding V8? Now start. Whoa, okay. ഇതെന്റെ വായിന്ന് വരുന്ന സൗണ്ടാണ്. ഇതാണ് എന്റെ മൈക്ക്. ഇപ്പൊ ഞാൻ ഉപയോഗിക്കുന്ന മൈക്ക് ഇതാണ് ഗൈസ്. ഇപ്പം ഈ മൈക്ക്. ഹലോ Sound familiar? Yeah. What? Yo, wait, what? Yo. This can't be real. What? എടാ ഇവന്റെ വായിന്ന് വരുന്ന സൗണ്ടാണ് അത് ബ്രോ. ഞാൻ ഇത്രയും പ്രതീക്ഷയില്ല കേട്ടാ. കിടിലം കവർ സോങ് ആണ്. ഇതെന്താ? എല്ലാവർക്കും എന്ത് പറ്റി? എല്ലാരും എന്തിനാ ചിരിക്കണേ? നീ എന്തിനാ ചിരിക്കണ? അറിഞ്ഞൂടാ. നീ ചിരിക്കുന്നുണ്ട്. ചുമ്മാ വന്നാ മതി പയ്യെ. വന്നാ മതി പയ്യെ. ചന്ദ്രൻ ടാസ്ക് ഇതിന്റെ ഇടയിൽ കൂടെ ഒക്കെ ഓടിച്ചു പോണം. എന്താ വിട്ടോ? പങ്കോണ്ടി അഞ്ചു പേര് ചത്തല്ലേ? ഇതെന്താ? അടിതെറ്റുന്നൊരു ദുനിയാവ്
അടിപതറാതെ നടന്നിടാൻ അടിതെറ്റുന്നൊരു ദുനിയാവ് അടിപതറാതെ നടന്നിടാൻ ആഹൃതമാനിൽ അഹദവൻ നീട്ടിയ ഇഹപര വിജയത്തിൻ കൂട് അന്തസ്സുള്ളൊരു തറവാട് ആ കാണുന്നൊരു ചെറുവീട് ആയിരം ആയിരം ആശിക്കുകൾ ദിനം പിച്ച വെച്ചൊരു കളിവീട് കണ്ണിയാല തറവാട്. വൈബ് കടപ്പുറത്തൊക്കെ ഇരുന്ന് പാട്ടൊക്കെ പാടി. എന്നാ ഞങ്ങൾ മൊബൈൽ വയ്യ മോനെ, ഇതൊന്നും കാണാൻ ഞങ്ങൾക്ക് വയ്യ, ഞങ്ങൾക്ക് ഇതൊന്നും പറയാനും വയ്യ, അതുകൊണ്ടാ. അണ്ണാ ഇത് ഞാൻ വരച്ചതാണ്. നൈസ് നൈസ്, കൊള്ളാം, അടിപൊളി 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 അടിപൊളി. ഇതൊരു പടം തന്നെ ആയിരുന്നല്ലേ അണ്ണാ? കർണൻ എൻട്രി. ഇവിടെ എന്തൊക്കെയാണ് ആൾക്കാർ കണ്ടുപിടിക്കണേ? ഫോൺ വെച്ച് ചെയ്യാൻ പറ്റുമോ? ഇത് ചെയ്യാം, ഇത് പെയിന്റിന്റെ മൂടിയല്ല വെച്ചേക്കണേ, പെയിന്റിന്റെ മൂടിയാണ് വെച്ചേക്കണേ. നേരോല്ല ഫോൺ ബ്ലൂടൂത്ത് ആയിട്ട് കണക്ട് ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്. അവന്റെ നാമം വിസ്മരിക്കപ്പെടാത്ത ചരിത്രമാകും. ചന്ദ്രന്റെ വീഡിയോ എന്താണ്? അത് ടീസർ ഗെയിമോ? സൂര്യപുത്രൻ വൈകർത്തനൻ. ഡീറ്റെയിലിംഗ് നല്ല രസമുണ്ട് കാണാൻ. മൈൽസ് ആണോ വരച്ചത്? ഈ ഫോണ്ട് തന്നെ നീ മാറ്റണം കേട്ടാ. നന്ദൻ ബ്രോ. എപ്പോഴും നമ്മുടെ ചാനൽ അല്ലെങ്കിൽ നമ്മുടെ ഇങ്ങനത്തെ എന്തെങ്കിലും ഐഡന്റിറ്റി എടുക്കുമ്പോൾ പെട്ടെന്ന് ആൾക്കാർക്ക് ഓർമ്മ വരുമ്പോൾ ക്യാച്ച് ചെയ്യുന്ന രീതിയിലൊരു പേരായിരിക്കണം എപ്പോഴും ഇടുന്നത്. എന്നാലേ നിങ്ങൾക്ക് അങ്ങനെ അത് ആൾക്കാരിൽ ഓർത്തിരിക്കത്തുള്ളൂ മെയിനായിട്ട്. നമുക്ക് ഇതോടെ നോക്കിയിട്ട് ഇന്നത്തെ റിയാക്ഷൻ നിർത്താൻ, എന്നിട്ട് നമുക്ക് ഡ്രീമറിന്റെ വീഡിയോ കാണാം. Bro, smooth like butter again and again. So good. എന്റെ പൊന്നു കിടിലല്ലേ?